ഒരേ ജീവിത സാഹചര്യമുള്ള രണ്ടുപേർ, അതിലൊരാൾ അവന് ആവശ്യമുള്ളതെല്ലാം ജീവിതത്തിൽ വെട്ടിപ്പിടിക്കുന്നു, എന്നാൽ മറ്റേയാൾ ജീവിതത്തിൽ തോൽവി ഏറ്റുവാങ്ങുന്നു. എന്തുകൊണ്ടാണിത്? ഇവരുടെ ബുദ്ധിശക്തിയോ ഇവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള കഴിവുകൾ കൊണ്ട് മാത്രമാണ്. എന്നാൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിട്ടുള്ള കാർലെസ് പറയുന്നത് ഇതിന് കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വർഷങ്ങളുടെ റിസർച്ച് കൊണ്ട് അദ്ദേഹം എഴുതിയ ബുക്കാണ് മൈൻഡ് സെറ്റ്. ആൻഡ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഈ ബുക്ക് റിവ്യൂയിലേക്ക് സ്വാഗതം. വെൽക്കം ടു സ്റ്റഡി വിത്ത് ഗ്രേസ്. അപ്പോൾ പ്രൊഫസർ പറയുന്നത് മനുഷ്യന് പ്രധാനമായിട്ടും രണ്ട് മൈൻഡ് സെറ്റ് ആണ് എന്നാണ്. ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റും, രണ്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഇതിൽ ഏതാണ് നിങ്ങളുടെ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഫിക്സ്ഡ് മൈൻഡ് സെറ്റിനെ പറ്റി ആദ്യം പറയാം. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് ബുദ്ധിയും കഴിവും എല്ലാം തന്നെ വളരെ ഇന്നേറ്റ് ആയിട്ട്, അതായത് ജന്മനാ ഉള്ള കഴിവുകളാണ്. അത് ഒരിക്കലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെയാണോ ജനിച്ചപ്പോൾ ഉള്ളത് അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. എനിക്കതിന് കഴിവില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പിന്നെ മറ്റൊരു വലിയ ഉദാഹരണം പറയാം. എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഉദാഹരണമാണ്, എനിക്ക് കണക്ക് ഭയങ്കര പാടാം, പണ്ടേ പാടാം, അതുകൊണ്ട് എനിക്ക് കണക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന നമ്മളുടെ ഒരു ആർഗ്യുമെന്റ്. ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇവർ പരാജയങ്ങളെ ഭയക്കുന്നു എന്നുള്ളതാണ്. തോൽവി ഉണ്ടായ താങ്കൾക്ക് കഴിവില്ലെന്ന് ലോകം മുഴുവനും അറിയും എന്നുള്ള ഒരു അപഹർഷതാ ബോധത്തിൽ നിന്നും കൂടിയാണ് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആവുന്നെന്ന് കാറൽ പറയുന്നു. ഇനി ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നോക്കാം. ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിയും കഠിനാധ്വാനത്തിലൂടെയാണ് ഏത് കഴിവും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏത് കഴിവിനും പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ പറ്റുന്നതും അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്നതും അതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്നുമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ വിശ്വസിക്കുക. അപ്പോൾ ഇവർ പരാജയങ്ങളെ തകർച്ചയായിട്ട് കാണുന്നുമില്ല, പകരം അതിനെ പുതിയൊരു ലേണിംഗ് കേർവ് ആയിട്ടാണ് കാണുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ, പരാജയം എന്ന് പറയുന്നത് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല, പരാജയങ്ങളിൽ നിന്ന് പഠിക്കണമെന്ന്. ഇതിന് വളരെ സയന്റിഫിക് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ബുക്കാണ് ദ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു വലിയ ട്രാപ്പ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലായി പോകുന്നത്? ട്രാപ്പ് ഓഫ് സ്മാർട്ട്നെസ് എന്നാണ് കാറിൽ ഇതിനെ പറയുന്നത്. അതായത് നമ്മളെല്ലാ മാതാപിതാക്കളും ഒരു പക്ഷേ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്, നീ മിടുക്കനാ, നിനക്ക് മാത്സ് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ അറിയാം, നിനക്ക് നീ പൊളിയാണ്, നീ ഭയങ്കര അടിപൊളിയാണ് എന്ന് നമ്മളോട് പറയുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് ഏറ്റവും വലിയ ട്രാപ്പ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു കാര്യം, നിങ്ങൾ മാത്സ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മാത്സ് ചോദ്യം വരുമ്പോൾ ഇത് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളോട് എന്താണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഭയങ്കര സ്മാർട്ട് ആണെന്നാണ്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ബാക്കിയുള്ളവർ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കഴിവില്ലെന്ന് ലോകം വിചാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? പതുക്കെ ആ ഭാഗത്ത് നിന്ന് മാറി നടക്കാൻ തുടങ്ങും. നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങും. ഇവിടെയാണ് നിങ്ങൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലേക്ക് മാറിപ്പോകുന്നത്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ എന്താണ് പാരന്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതും പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഒരിക്കലും ഒരു കുട്ടീന്റെ എൻഡ് റിസൾട്ടിനെ മാത്രമല്ല, പകരം ആ ജേർണിയെ കൂടി അപ്രിഷിയേറ്റ് ചെയ്യാൻ പഠിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഇതുപോലെ ഒരു മാത്സ് പ്രോബ്ലം ചെയ്യാനിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടും അവർക്ക് ഉത്തരം കിട്ടുന്നില്ല. പകരം നിങ്ങൾ നീ ചെയ്ത് കിട്ടിയ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ശകാരിക്കുന്നതിന് പകരം അവളിട്ട എഫേർട്ടിനെ ബഹുമാനിക്കുക. അതായത് നിങ്ങളുടെ ഒരു സുഹൃത്തിന് അവൾക്ക് 10 A+ കിട്ടി, നിങ്ങളുടെ മകന് 6 A+ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ 6 A+ ബഹുമാനിക്കുക. റിസൾട്ടിനെ മാത്രമല്ല, നിങ്ങളുടെ മകൻ ആ 6 A+ എടുത്തിട്ടുള്ള ഒരു ജേർണി ഉണ്ട്, അല്ലെങ്കിൽ അവനിട്ടിട്ടുള്ള എഫേർട്ട് ഉണ്ട്, അതിനെയും ബഹുമാനിക്കുക. അങ്ങനെയാണ് ഒരു കുട്ടിയിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തുക. അപ്പൊ ഇത് ജസ്റ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും മാത്രമുള്ള ഒരു ബുക്കല്ല. ഇതിന്റെ പുറകില് ബിൽഗേറ്റ്സ് തന്നെ പറയുന്നുണ്ട്, ഇത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ബുക്കല്ല എന്നും, ഇത് പാരന്റ്സിന് എങ്ങനെ കുട്ടികളെ റേസ് ചെയ്യാമെന്നുള്ളതും, ബിസിനസ്മെനും റിലേഷൻഷിപ്പിൽ ത്രൈവ് ചെയ്യാനുള്ളതും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ് എന്നാണ്. ഇനി എങ്ങനെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ ട്രാപ്ഡ് ആയി പോയിട്ടുണ്ടാകാം. ഇനി എങ്ങനെ ഈ മൈൻഡ് സെറ്റ് മാറ്റാം എന്ന് നോക്കാം അല്ലെ. ഇതിന് പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണ് കാറിൽ പറയുന്നത്. നമ്പർ 1, ലിസൺ ടു യുവർ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് വോയിസ്. അതായത് പഠിക്കാനിരിക്കുമ്പോൾ ഇത് എന്നെ കൊണ്ട് നടക്കില്ല, ഭയങ്കര പാടാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക. അങ്ങനെ പറയുന്നുണ്ടെന്ന് തിരിച്ചറിയുക, അക്നോളജ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഇസ് കൗണ്ടർ ഇറ്റ് വിത്ത് ഗ്രോത്ത് വോയിസ്.
അതായത് ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്, നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഇനി അതിനെപ്പറ്റി ഓക്കെ ഇങ്ങനെ പറഞ്ഞു അതിനെ അക്നോളജ് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായും മാറ്റിക്കളയും. പകരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊരു മറുപടി കൊടുക്കണം. അതായത് എനിക്ക് മാത്സ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്ന് പഠിക്കാനിരിക്കുന്ന സമയത്ത് യെസ് എനിക്ക് മാത്സ് അറിയില്ല എന്ന് മനസ്സ് പറയുന്നുണ്ട് എന്ന് ആദ്യം അക്നോളജ് ചെയ്യുക. രണ്ടാമതായിട്ട് അതിന് മറുപടി കൊടുക്കുക. ഇപ്പോൾ എനിക്കിത് അറിയില്ലായിരിക്കാം, പക്ഷേ സമയമെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് കൗണ്ടറായിട്ട് നിങ്ങളുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് വോയിസിനോട് സംസാരിക്കുക. ഇനി ഏറ്റവും പ്രധാനമായിട്ടും ഈ ബുക്കിൽ നിന്ന് ഏറ്റവും വലിയ ടേക്ക് അവേയും ഇതാണ്, ദ പവർ ഓഫ് യെറ്റ്. അതായത് ഇതുവരെ ഇല്ല എന്ന് പറയുന്ന ആർഗ്യുമെന്റ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇതുവരെ അറിയില്ല, പക്ഷെ ഇനി പഠിക്കാം എന്നുള്ള ആർഗ്യുമെന്റിലേക്ക് എത്തുക. അതായത് എനിക്ക് കണക്ക് അറിയില്ല എന്നല്ല, എനിക്ക് കണക്ക് ഇതുവരെ അറിയില്ല, ഐ ഡോണ്ട് നോ ഇറ്റ് യെറ്റ്. ഈ യെറ്റ് ആർഗ്യുമെന്റ് തരുന്നത് നിങ്ങൾക്ക് പുതിയ ഡോസ് ആണ്. അതായത് ഇനി എനിക്ക് പഠിക്കാം, ഇനി എനിക്കിത് ചെയ്യാം എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓപ്പൺ ഡോർ. ഇത് തന്നെയാണ് റിലേഷൻഷിപ്പിലും പറയുന്നത്. ഇത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ മറ്റ് എന്ത് കാര്യമാവട്ടെ കൺസ്ട്രെയിൻ ഇല്ലാതെ തോൽവിയുടെ പേടിയില്ലാതെ ഫേസ് ചെയ്യാൻ പറ്റും എന്നാണ് ഡോക്ടർ കാർൾ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കഴിവും ബുദ്ധിയും ഒരു തളച്ചിട്ടിരിക്കുന്ന ഒരു കൂട്ടിൻ്റെ അകത്തുള്ള സാധനമല്ല. നിങ്ങളുടെ ബ്രെയിനെ വളരെ കൃത്യമായി ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ അബ്ദുൽ കലാമിന്റെയും ഐൻസ്റ്റീൻ്റെയും ഒക്കെ കഥ കേട്ടിട്ടില്ലേ? അവരുടെ മാതാപിതാക്കളാണ് ശരിയാ നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്, അല്ലെങ്കിൽ നിനക്ക് കഴിവില്ല എന്ന് മക്കളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഐൻസ്റ്റീനെയും ഇന്ന് കാണുന്ന അബ്ദുൽ കലാമിനെയും നമുക്ക് കിട്ടുമായിരുന്നു? ഒരിക്കലുമില്ല. സോ ദ പവർ ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണിത്. പറ്റിയാല് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങിക്കാം. ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റഡി വിത്ത് ഗ്രേസ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക, അതിലുള്ള വീഡിയോസ് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ ചേഞ്ച് ദ മൈൻഡ് സെറ്റ്, അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.